പൊന്നൊരുവൻ മുതലാളി എന്നപ്പവനേ മാറി പൊന്നൊരുവൻ മുതലാളി ഉലകിൽ മറ്റവർ തൊഴിലാളി. അളിയാ എവിടെ പോണം? കോയമ്പത്തൂർ പോണം. കോയമ്പത്തൂർ പോണം. ആമാ. എന്തിന്? வேலைக்கு 4 ஆளை விളിக்கணும்ல. ഏയ് നാളെ മറ്റേ സൈമൺ സാറിന്റെ പണി തുടങ്ങണ്ടേ? ஆமா, அதுக்கு தான் 4 ആളെ கூப்பிடுறதுக்கு போறேன். അതിനെന്തിനാ നീ ആളെ കൂപ്പിടാൻ വേണ്ടി അങ്ങോട്ട് പോണത്? அடியா 7 லட்சம் ரூபாயோட வேலை தானே, அதெல்லாம் நல்லா செய்ய வேணாமல்ல. நல்ல பணிக்காரர் இருக்குது கோயம்புத்தூர்ல. என் ஃப்ரெண்ட் அவரு 4-5 பேர், அவர் 6-7 பேர் இருக்கிறோம். വേണം വാങ്ങിട്ട്. അല്ല അതൊക്കെ ഇന്നലെ വിളിച്ച് പറഞ്ഞല്ലോ ഞാന്. ആരെ വിളിച്ചു പറഞ്ഞു? അച്ഛന്റെ കൂട്ടുകാരായിട്ടുള്ള വേറെ കുറച്ച് ആൾക്കാർ പിന്നെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ. പിന്നെ എന്തിനാ നീ ആളെ വിളിക്കാൻ പോണത് നീ? അത് എതുക്ക് അളിയെ വിളിച്ചത്? പിന്നെ ഞാനല്ലാണ്ട് പിന്നെ ആരാ വിളിക്കേണ്ടത്? ഞാൻ தானே വിളിക്കണോ? നീ വിളിക്കണോന്നോ? ஆமா, எனக்கு தான் கிடைச்சது. 7 லட்சம் ரூபாயோட கொட்டேஷன் நான் வச்சது தானே அவருக்கு எடுத்தது. இந்த 5 லட்சത്തിന്റെ கொட்டேஷன் தள்ளி அடிச்சில்ல. அப்புறம் நான் தானே ஆளை விட்டு இந்த வேலை செய்யணும். நீ ஏன் செய்யணும்? ഞാൻ നിന്റെ ആരാണ്? അളിയൻ. ഈ പണി ആർക്കാണ് കിട്ടിയത്? எனக்கு. നിനക്കാ? ஆமா. എടോ, എനിക്ക് കിട്ടിയിട്ടുള്ള 5 ലക്ഷം രൂപയുടെ പണി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ஆமா. പിന്നെ എന്താ ഇപ്പൊ നീ ഇങ്ങനെ വേഷം മാറണം? എന്താണ് അത് ഉറപ്പിക്കാൻ 5 ലക്ഷത്തിന് കണക്കില്ലല്ലേ. അത് 7 ലക്ഷത്തിന് എന്നെ നമ്പിട്ട് இந்த സൈമൺ മുതലാളി എനിക്ക് തന്നെ ഉറപ്പിച്ചത്. അപ്പൊ ഞാൻ തന്നെ വേല ചെയ്യണോ? ഇറങ്ങ്. ഇറങ്ങ്. ആ പോവാണ്. എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. அடியா நீ எப்படி கத்துற நீ? പിന്നെ நான் இத்தனை நாள் உன் கூட பைய தூக்கிட்டு இப்படி ஹெல்ப்பரா வேலைக்கு வந்தல. இந்த வேலை முடியற வரைக்கும் நீ பைய தூக்கிட்டு என் கூட ஹெல்ப்பரா வந்துரு. டெய்லி 700 രൂപ തര. നീ ഇപ്പൊ ചെയ്ത പണിക്ക് എന്താ വേണ്ടതെന്നറിയോ? നിന്റെ ചെവിക്കല്ല് നോക്കി പടക്കണം. நீ அந்த மாதிரி எல்லாம் பயப்படுத்தாத. நான் இப்ப பழைய துறையல்ல. 7 ലക്ഷം രൂപയുടെ മുതലാളി നാണ്. ഇറങ്ങി പോണേ. എന്നടാ എന്നെ നീ എന്നെ വീട്ടിൽ കിടന്ന് ഇറങ്ങി പോണത്? ഒരാള് നല്ല അവർക്കുള്ള അസൂയ പാര. അല്ല, നിങ്ങൾ നേരം വെളുക്കുമ്പോ തുടങ്ങിയല്ലേ? ഇത് എന്ത് ബഹളാണ്? ഇതൊരു വീടല്ലേ ഇത്? എന്തെങ്കിലും കാട്ടി വിട്ടു? 6 പേരിൽ ന്യായം இருக்குன்னு சொல்லு. എന്ത് ന്യായം? ഇവർ 5 രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത്. അപ്പൊ സൈമൺ മുതലാളി വേണാന്ന് சொல்லி മോത്തെറിഞ്ഞു വിട്ടിച്ച് 7 ലക്ഷം രൂപയ്ക്ക് എനിക്ക് കൊട്ടേഷൻ കൊടുത്തത്. അപ്പൊ ഞാൻ താനെ വേല ചെയ്യണം. അല്ല, നിനക്ക് അങ്ങനെ ഇത് കിട്ടുന്നത് ഞങ്ങളല്ല, എന്നെ പറഞ്ഞു വിട്ടേ. ആമാ, കൊട്ടേഷൻ കൊടുത്തത് ഞാൻ തന്നെ. കൊട്ടേഷൻ കൊടുക്കാൻ എന്നെ ഞങ്ങള് വിട്ടതല്ലേ? എന്നോട് എന്തിനാ പറഞ്ഞത്? വാസുട്ടിക്ക് കിട്ടിയ പണി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് അന്നെ ഒന്ന് അതിന് മുമ്പ് വിട്ടത്, കൂടുതൽ കാശ് പറയാൻ വേണ്ടിട്ട് വിട്ടല്ലേ? അപ്പൊ ആ പണി കിട്ടി കഴിഞ്ഞാല് എന്ത് വേണം? ഈയോ മറ്റേ വാസുട്ടിക്ക് ആ പണി കൊടുക്കണ്ടേ? 5 ലക്ഷം രൂപയ്ക്ക് ആ ജോസൂട്ടിക്ക് കിട്ടിയ വർക്കാണ്. അതാണ് ഇവനെ ഏൽപ്പിച്ചായി. ആ പണി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് അന്നെ വിട്ടായി. പിന്നെ എങ്ങനെ എന്റെ വർക്കാണ്? നമ്മുടെ എല്ലാ പ്രതീക്ഷയും പോയി. നമ്മള് 7 ലക്ഷം രൂപക്ക് വർക്ക് കിട്ടിയപ്പോ സന്തോഷിച്ചില്ലേ? ഇപ്പൊ ആ പണി അവര് വേണ്ടാന്ന് വെച്ചെന്ന്. തന്നെ പണി അസലായി, ഗംഭീരായി, സന്തോഷമായി പറയണത്. ചങ്ങായി ഇവിടെ വേണ്ട പുകിലായിരുന്നു. ഇവിടെ എന്താ വേളച്ചേട്ടാ? ഓനെ നമ്മൾ ഈ പണി ഉറപ്പിക്കാൻ വിട്ടില്ലേ? അപ്പൊ 7 ലക്ഷത്തിന് കിട്ടിയ വർക്ക് ഓന്റെ അല്ലാതെ ഇവന്റെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. ഇവൻ പണിക്കാരനെ വിട്ടിട്ട് ഇപ്പം പണിയിപ്പിക്കൂത്രേ. ശരി, ഇവൻ ദൂരെയാണ്, ദൂരല്ല. ഇപ്പൊ നന്നായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക്? അത് അപ്പടിയൊന്നും അവർക്ക് എനിക്ക് വേല തരാൻ ഇരുക്ക മുടിയാത്. 10,000 രൂപ എനിക്ക് അഡ്വാൻസ് തന്നത്. എടാ ദോരെ, ആ സൈമൺ സാറിന്റെ ഭാര്യ സമ്മതിക്കണില്ല. അയാൾക്ക് പഴയത് പുതുക്കി പണിയാനാണ് താല്പര്യം. ഇവര് പറയണ പഴയത് വേണ്ട, മുഴുവൻ ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ബിൽഡിംഗ് വെക്കാനാണ് പരിപാടി. ആ പണി വേറെ ഏതെങ്കിലും തട്ടികൾ പോയി എടുത്തോട്ടെ. എന്നാ പോയി ചെയ്തോ. എനിക്ക് 10,000 രൂപ കടച്ചിരിക്കില്ല അഡ്വാൻസ്. 10,000 രൂപ നീ എടുത്തോ, അതൊന്നും അവർ അന്വേഷിക്കൂല. ഇനി പോന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ആർത്തി, എന്റെ ദുരനുഭവം പറഞ്ഞ മാതിരി ഇതൊക്കെ കാരണം കേട്ടോ.